താങ്ക് യു എവരിബഡി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണേ എല്ലാവർക്കും? അപ്പോൾ പിന്തുണച്ച സകലമാന ജനങ്ങൾക്കും ഈ പാതിരാത്രിയിൽ കാത്തിരുന്ന മറന്നുപോയത കാത്തിരുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയപൂർവ്വം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അയ്യപ്പയുടെ ഒതായിലെ വീട്ടിലെത്തിയ പി വി അൻവർ എം എൽ എ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ജയിൽ മോചിതനായ പി വി അൻവർ എം എൽ എക്ക് DMK പ്രവർത്തകർ വലിയ സ്വീകരണമൊക്കെയാണ് ഒരുക്കിയത്. പൊന്നാടയണിയിച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ പ്രവർത്തകർ ആഘോഷമാക്കുകയായിരുന്നു. അരുൺ അമൃതനാഥ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ ഒരു അറസ്റ്റ് അതിനുശേഷമുണ്ടായ UDFന്റെ പ്രതികരണം, ഇന്ന് UDFനോട് അൻവറിന് പറഞ്ഞ ഒരു നന്ദി പറച്ചിൽ, ഇതൊക്കെ പുതിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നാളെ ഒരു വാർത്താ സമ്മേളനമുണ്ട്, അതിലായിരിക്കും ഇദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുക, അല്ലേ? തീർച്ചയായും സന്ധ്യ, അത്തരത്തിൽ തന്നെ വിലയിരുത്താം. കാരണം അൻവർ തുടങ്ങി വെച്ച ഒരു രാഷ്ട്രീയ പോരാട്ടം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുന്നു എന്ന തരത്തിൽ തന്നെ ഈ അറസ്റ്റ് വിശേഷിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ അറസ്റ്റിന് ശേഷം UDF നേതാക്കൾ, ലീഗിന്റെയും കോൺഗ്രസിന്റെയും, പ്രത്യേകിച്ചും മലപ്പുറത്തെ ലീഗിന്റെ ഉൾപ്പെടെ നേതാക്കളുടെ വലിയൊരു പിന്തുണയോടുകൂടിയുള്ള അൻവറിന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, അത്തരത്തിൽ അൻവറും തിരിച്ച UDFന് നന്ദി പറയുന്നു. ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെ അൻവർ നടത്തി വെക്കുകയാണോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിലേക്ക് വരുന്ന പുതിയൊരു ചോദ്യം. അൻവറിനെ സംബന്ധിച്ച് അൻവർ ഉയർത്തിയ നിരവധിയായ വിഷയങ്ങളുണ്ടായിരുന്നു. അത് ജീവൽഗന്ധിയായ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളാണ്. രാഷ്ട്രീയ പോരാട്ടം തന്നെ അൻവർ നടത്തിയ വിഷയത്തെ എല്ലാവരും ഏറ്റുപിടിച്ചതുമാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ അൻവറിൻ്റെത് തന്നെയായ ചില തീരുമാനങ്ങൾ കൊണ്ട് തന്നെ ഒരു സജീവമല്ലാതെ ആ വിഷയങ്ങൾ പോയി. അവിടെ നിന്നാണ് ഈ ഒരു അറസ്റ്റ് അൻവറിന് ഒരു തിരിച്ചുവരവിനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. അത് ഇനി അൻവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സമീപകാലത്തെന്നുള്ള കേരള രാഷ്ട്രീയ MLA ഇത്തരത്തിൽ ഒരു ഭരണപക്ഷത്തിരിക്കുന്ന MLA ഇത്തരത്തിലൊരു പോരാട്ടത്തിന് ഇറങ്ങുന്നു, അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ഉയർത്തുന്നു, സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നു. അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ന്യൂസ് മേക്കർ തന്നെയായിരുന്നു PV അൻവർ MLA. അപ്പോൾ PV അൻവർ MLAയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്നൊരു ചോദ്യം അനിശ്ചിതത്വത്തിലായ ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് എന്നൊരു ചോദ്യത്തിലേക്ക്, അതിനുള്ള ഉത്തരത്തിലേക്കൊക്കെ ഒരു വലിയൊരു പ്രഖ്യാപനം എന്ന രീതിയിൽ തന്നെ UDFനൊപ്പമോ എന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതിനുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് അൻവറും UDFും പരസ്പരം അംഗീകരിച്ച് ഒരു ധാരണയിലെത്തിയെന്നോണമുള്ള പ്രതികരണങ്ങൾ എന്തായാലും വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു അവസ്ഥ ഒരു വഴിത്തിരിവായിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ നിലവിലെ ഉത്തരം എന്നുള്ളത് തന്നെയാണ്. ബാക്കിയെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങൾ കൂടിയായി അവിടെ അവശേഷിക്കുന്നുമുണ്ട്. സന്ധ്യ, തീർച്ചയായും അരുൺ, ഇനി എന്തൊക്കെയാണ് PV അൻവർ MLAക്ക് പറയാനുള്ളത് എന്നത് നാളത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് പിണറായി വിജയനോടൊരു തുറന്ന യുദ്ധപ്രഖ്യാപനം. ഇതുകൊണ്ടൊന്നും അൻവറിന്റെ കരുത്ത് ചോർന്നു പോകില്ല, കരുത്ത് കൂടുകയേ ഉള്ളൂ, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം കാണിച്ചു തരാം എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ഇനി എന്ത് എന്നത് നാളെ കണ്ടറിയാം.